ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. സയനിസ്റ്റ് യാങ്കി സഖ്യത്തിനെതിരെ ഇറാൻ ഇസ്രായേലിലേക്ക് ശക്തമായി തിരിച്ചടി നടത്തിയതായി പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനിലെ രണ്ടിടങ്ങളിലായി സ്ഫോടനം നടന്നതായി ഇറാൻ പറയുമ്പോൾ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം നടന്നതായി വിദേശ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു. ഇറാനെ നിരം പരിശാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയുടെ ലക്ഷ്യം പെസസ്കിയാനും മാറ്റുള്ള അലി ഖുമൈനിയുമാണ്. കീഴടങ്ങിയില്ലെങ്കിൽ മരണമെന്നാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ പെസസ്കിയാനും ഖുമൈനിയും സുരക്ഷിതരാണെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിക്കുന്നു. ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാൻ കൂടാതെ ഖോം, ഇസ്ഫഹാൻ, കെർമാൻഷാ, കരാജ് എന്നിവിടങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലകളിലും അയത്തുള്ള ഖുമൈനിയുടെ ഓഫീസിന് സമീപവും മിസൈലുകൾ പതിച്ചതായി വിദേശ ഏജൻസികൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സൈനിക നീക്കത്തെ മേജർ കോമ്പാറ്റ് ഓപ്പറേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളായ USS ജെറാൾഡ് ആർ ഫോർഡ്, USS എബ്രഹാം ലിങ്കൺ എന്നിവയിൽ നിന്നുള്ള വിമാനങ്ങളും മിസൈലുകളും ആക്രമണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനിടെ ഇറാൻ രണ്ടാം ഘട്ട ആക്രമണം നടത്തിയതായി പുതിയ വാർത്തകൾ പുറത്തുവരുന്നു. ഇസ്രായേലിൽ പലയിടത്തും ശക്തമായ സ്ഫോടനം നടന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. കൂടാതെ ഇറാന്റെ വാർത്താവിനിമയ സംവിധാനങ്ങളെ സൈബർ ആക്രമണത്തിലൂടെ അമേരിക്കയും ഇസ്രായേലും നിശബ്ദമാക്കിയിരിക്കുന്നു. സത്യത്തിൽ ലോകത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രണ്ട് ശക്തികളാണ് ഇസ്രായേലും അമേരിക്കയും. സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഒരു യുദ്ധം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പഴുതുകളും ആരായുന്നതിനിടയിൽ പിന്നിലൂടെ ചതിപ്രയോഗം നടത്തുക, അതാണ് അമേരിക്കയും ഇസ്രായേലും ചെയ്തിരിക്കുന്നത്. അതാണിപ്പോൾ ഇറാനിൽ സംഭവിച്ചിരിക്കുന്നത്.